ചില കല്യാണ വീട്ടിൽ പോയാലേ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒരു ഇളനീർ പായസം കിട്ടും. എന്താ ടേസ്റ്റ്! അതൊന്ന് നമുക്ക് റെഡിയാക്കി നോക്കിയാലോ. ഞാനേ 1 ലിറ്റർ പാല് ഒരു ചുവടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി കൈയെടുക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് കേട്ടോ. ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ കൈയെടുക്കാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊന്ന് വറ്റി കുറുകി വരണം കേട്ടോ. പാൽ എത്രയാണോ തിക്കായി വരുന്നത് അതനുസരിച്ച് നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കാം കേട്ടോ. എനിക്ക് കിട്ടിയതേ കുറച്ച് ഇളയ കരിക്കായതുകൊണ്ട് ഒരു 5 കരിക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള കരിക്കാണെങ്കിൽ 1 or 2 എടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കരിക്ക് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇനി നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ച പാലിലേക്ക് ഇതൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പാല് നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ കുറച്ച് കരിക്ക് ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പാലിലേക്ക് നമ്മൾ പായസമായിട്ട് കുടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണത് നല്ല രസമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനിയേ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കൂടുതൽ തന്നെ കാഷ്നട്ടും കുറച്ച് ബദാമും കൂടെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ തന്നെ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചേർക്കാം. ഇപ്പം ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പായസം ചൂടോടുകൂടി കുടിക്കുന്നതിലും ടേസ്റ്റ് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ച് കുടിക്കുന്നതാണ് കേട്ടോ. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ അപാര ടേസ്റ്റാണ്. ഇപ്പോൾ ചൂട് സമയമല്ലേ, അപ്പോൾ ഇതുപോലുള്ള പായസം ഉണ്ടാക്കിയിട്ട് ഒന്ന് തണുപ്പിച്ചൊക്കെ കുടിച്ച് നോക്കിയേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.